ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. നെല്ലിക്ക അച്ചാർ. സാധാരണ നെല്ലിക്ക അച്ചാറല്ല, നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, അതൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ അതാ ഉപ്പിലിട്ട നാരങ്ങ അച്ചാർ, അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും കളയരുത്. അതിൻ്റെ നെല്ലിക്ക ഞാൻ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു ഒന്നും കളയാതെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരു നിങ്ങൾക്ക് വേണമെങ്കിൽ നീക്കം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്തിരിക്കുന്ന ആ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കളയരുത്. ആ വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ വിനാഗിരി, നല്ല വൈറ്റ് വിനെഗറില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമ്മുടെ ആ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഉപ്പ് വെള്ളത്തിലാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്, ശരീരത്തിന് ഒന്നുകൂടെ ഗുണമാണ്. എണ്ണ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി മൊത്തത്തിൽ തന്നെ അരിയാതെ അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ചെറിയ 2 കഷ്ണമായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറണമല്ലോ. അതൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ പൊടികളൊക്കെ കലക്കിയതുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് കുറവാണെന്നൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ഞാനിവിടെ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ കാശ്മീരി മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് എരിവും കൂടി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. നമ്മുടെ അച്ചാർ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം വേണ്ടി മാത്രം നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി ഇതിനകത്ത് ചാറ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചാറൊന്നും കുറച്ചെടുക്കുന്നില്ല, കുറച്ച് ചാറോട് കൂടി തന്നെയാണ് കേട്ടോ അച്ചാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇരുന്ന് ഒന്ന് നമ്മുടെ നെല്ലിക്കയിലോട്ടൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നെല്ലിക്കാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ നെല്ലിക്കാച്ചാർ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കാച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓടിപ്പോയി ഇത് ഒന്ന് തയ്യാറാക്കി നോക്കിയേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.